ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? നമ്മൾ ഗോവയുടെ ഫസ്റ്റ് പാർട്ട് ഇട്ടിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുണ്ട് വിശേഷം? സുഖമാണ്. എല്ലാവർക്കും നല്ല വിശേഷം വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഗോവയിലെ മഡ്ഗോൺ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. ഇത് നമ്മൾ കാണുന്നത് സൗരി എന്ന് പറയുന്ന ഒരു റിവറാണ് കേട്ടോ. ഇത് ഗോവയിൽ തന്നെയാണ്. അത് തുടക്കവും ഇതിൻ്റെ ഒടുക്കം അവിടെ ബീച്ച് സൈഡിലാണ്, കടലിലാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ അവിടെ നിർത്തിയിട്ട് വൈകുന്നേരം വൈകിട്ട് ഗോവയുടെ ചെറിയൊരു സിറ്റിയായിട്ടുള്ള പോണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊന്ന് കറങ്ങാൻ പോയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്, ഇപ്പോഴും പുരാതനകാലമായിട്ടുള്ള പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ അവിടുത്തെ ഗോവയുടെ പ്രത്യേകത അറിയാമല്ലോ. നമ്മൾ ഏതൊരു എന്താ പറയുന്നത്, സ്റ്റേഷനറി കടയിൽ പോയാൽ പോലും അവിടെ മദ്യം വളരെ വിലക്കുറവാണ്. അവിടെ ആർക്കും മദ്യം വെച്ച് വിൽക്കാം എന്നുള്ള ഒരു പെർമിഷനും കൂടി അവർക്ക് എടുക്കാൻ പറ്റും. ഇവിടുത്തെ കൂട്ട് ബാറുകൾക്ക് മാത്രമോ മറ്റുള്ള കാര്യങ്ങൾ മാത്രമല്ല, ചെറിയൊരു പെട്ടിക്കടയിൽ പോയാൽ പോലും അവിടെ മദ്യം കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത ഗോവയിൽ കേട്ടോ. പിന്നെ അവിടെ വിലക്കുറവാണ്, ടാക്സ് ഇല്ല, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകത ഗോവയിലുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഉണ്ടോ, ഒരു ചർച്ചാണ്. 1660 മുതൽ പോർച്ചുഗീസുകാർ വന്ന കാലം മുതലുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. യാതൊരു കേടുപാടും കൂടാതെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ ബിൽഡിങ്ങുകളൊക്കെ അന്നത്തെ കാലത്ത് തന്നെ പണിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ വെട്ടുകല്ലെന്ന് പറയത്തില്ലേ, നമ്മൾ ചീങ്കക്കല്ല് എന്ന് പറയത്തില്ല, അത് വെച്ചാണ് അവിടെ ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകൾ അന്നത്തെ കാലത്ത് പോർച്ചുഗീസുകാർ വന്ന കാലം മുതൽ പണിഞ്ഞിട്ടുള്ളത്. അതിന്നും കേടുകൂടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കെട്ടുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇന്നും 10 ദിവസം അല്ലെ 20 വർഷം കഴിയുമ്പോഴത്തേക്കിനും അത് കാണാതെ പോകും. കാരണം അന്നത്തെ ക്വാളിറ്റിയാണ് ബിൽഡിംഗ് കൊണ്ട്. അന്ന് സിമെൻറ്റുകളില്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ മിശ്രിത കൂട്ടുകൾ വെച്ചിട്ടാണ് ബിൽഡിംഗ് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഗോവയിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണികൾക്കൊക്കെ വളരെ വില കൂടുതലാണ് കേട്ടോ. മറ്റുള്ള സാധനങ്ങൾക്ക് വില കുറവാണെങ്കിലും തുണിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് കൂടുതലാണ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന മറ്റു സ്റ്റേറ്റുകളിൽ കിട്ടുന്നതിനെക്കാട്ടിലും ഒരുപാട്. കാരണം അവിടെ തുണിയുടെ പ്രൊഡക്ഷൻ കുറവാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നാണ് അവിടെ തുണി കൂടുതലും വരുന്നത്. അപ്പം അതിനവിടെ വില കൂടുതലാണ്. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ അവിടെ ഇല്ലാത്തതൊന്നുമില്ല. പച്ചക്കറി കച്ചവടം, പച്ചക്കറിക്ക് നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും കേട്ടോ. അവിടെയൊക്കെ റോഡിൽ ഫുട്പാത്തിൽ വെച്ച് വിൽക്കുന്നത് കാണാം. കടകളൊക്കെ വളരെ കുറവാണ്, എങ്കിലും ഉണ്ട്. എല്ലാം പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും. പിന്നെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. പിന്നെ അവിടെ വണ്ടികളൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നുമല്ല, ടാക്സ് കുറവാണ്. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ ഉണ്ട്. വണ്ടികൾ സൂക്ഷിക്കത്തില്ല, നമ്മുടെ ഇവിടുത്തെ കൂട്ടൊന്നുമല്ല, ഭയങ്കര റഫ്യൂസുകളാണ് അവിടെ കേട്ടോ. പിന്നെ നമ്മൾ കാണാനുണ്ട് ഒരുപാട് ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും. അതിന് എപ്പോഴും പഴയത് നിലനിൽക്കുന്നുണ്ട്, പിന്നെ പുതിയതുണ്ട്. പിന്നെ കടകൾക്കൊന്നും മാറ്റങ്ങളില്ല, വർഷങ്ങളായാലും അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗോവയുടെ തെരുവുകൾ. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അവിടെ. ഗോവയെ സംബന്ധിച്ച് എവിടെ പോയാലും, നല്ല സിറ്റി ആയാലും ശരി മറ്റുള്ള സ്ഥലങ്ങളായാലും ശരി, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. അതൊക്കെ ഒരു കാര്യത്തിൽ, വൃത്തിയുടെ കാര്യത്തിൽ ഗോവയിൽ എന്താ പറഞ്ഞാൽ മുൻനിരയിൽ തന്നെയാണ്. പിന്നെ ടൂറിസ്റ്റ് ഹോമുകളാണ്, ട്രാവല് കൂടുതലും അവിടെ ടൂറിസ്റ്റുകളാണല്ലോ. ഗോവയെ സംബന്ധിച്ച് ടൂറിസ്റ്റുകളാണ് നിലനിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഗോവയുടെ പോണ്ട എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മൾ ശരിക്കും പോണ്ട എന്ന സ്ഥലത്താണ് ഇപ്പോൾ കറങ്ങാൻ പോയിട്ടുള്ളത്. നമ്മൾ ഉസ്കാവിലാണ് നമ്മുടെ വീടുള്ളത്. ടിസ്കു ഉസ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് പോണ്ടയ്ക്ക് ഏകദേശം ഒരു 13 കിലോമീറ്റർ ഉണ്ട്. നമ്മളങ്ങനെ ഒന്ന് പോയി കറങ്ങി, അവിടേക്ക് വന്ന് കറങ്ങി നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടുന്ന് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ നമ്മൾ ഇറങ്ങി വേണം. നാഷണൽ ഹൈവേ, അതായത് ഗോവ ടു ബാംഗ്ലൂർ ഹൈവേ, ഹൈദരാബാദ് ഒക്കെ പോകാൻ പറ്റും. അതായത് നമ്മൾ ബാംഗ്ലൂരിലേക്ക് ഹൈവേയിലൊക്കെ നമ്മുടെ ചെന്ന് കയറുന്ന മെയിൻ ഹൈവേയിലേക്ക് പോകാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് 3 കിലോമീറ്റർ വന്നിട്ടാണ് നമ്മൾ ഗോവയിലേക്കുള്ളത്, ഈ പോണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഗോവയുടെ പോണ്ട എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ
വെളിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കളർ ലൈറ്റ് കാണുന്നതൊക്കെ മറ്റേ കടകളാണ് കേട്ടോ. മറ്റേ പച്ചയ്ക്ക് പറഞ്ഞാൽ ചാരായം കിട്ടുന്ന കട, അതായത് ബ്രാൻഡി ഷോപ്പുകളാണ് കാണുന്നതൊക്കെ. അവിടെ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ പോലും ഉണ്ട്, എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം നല്ല 11 മണിയായി, സമയം 10:30-11 മണിയായപ്പോഴും നല്ല റഷാണ്, നല്ല തിരക്കാണ്. രാത്രിയിലും പച്ചക്കറി കടകളും പച്ചക്കറി കൊണ്ട് വാങ്ങിക്കാനൊക്കെ ആൾക്കാർ നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും നാഷണൽ ഹൈവേയിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ പോകാം. ഹൈവേ ആണ് കേട്ടോ, നാഷണൽ ഹൈവേ ആണ്. ഹൈദരാബാദിന് ഇവിടെ നിന്നും നമ്മൾ ഇപ്പോൾ ഈ സ്പോട്ടിൽ നിന്നും 691 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, ഇവിടെ നിന്ന് ഹൈദരാബാദിന് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ബാംഗ്ലൂരിനും ഏകദേശം അത്രയ്ക്ക് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ നമ്മുടെ വീട്ടിലേക്കുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വരുന്ന വഴിക്ക് നിറയെ കമ്പനികളുണ്ട് കേട്ടോ, പേര് കേട്ട കമ്പനികൾ. നെസ്ലെ, MRF, അതുപോലെ തന്നെ ഫിനോലെക്സ്, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഈ റൂട്ടിൽ നല്ല സജീവമാണ്, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നെസ്ലയുടെ കമ്പനി കാണുന്നുണ്ട്. ഇത് ഞാൻ പകലെടുത്തൊരു ഫോട്ടോയാണ്, അതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ആവുമ്പോൾ ശരി കാണാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ നെസ്ലയുടെ മെയിൻ ഗേറ്റ് കേട്ടോ. അപ്പം നെസ്ലെ വലിയ കമ്പനിയാണ്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ കമ്പനിയാണ്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത്, ഏകദേശം ഒരു 2 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരുന്ന തന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് MRFൻ്റെ കമ്പനിയാണ് കേട്ടോ. ഇത് MRFൻ്റെ ഒരു ഗേറ്റാണ് കേട്ടോ. അങ്ങനെ ഓരോ കമ്പനികളും നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ അവിടെ നിന്നും പാസ് ചെയ്ത് കുറച്ച് ദൂരം വരുമ്പോൾ ഇത് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പാണ്, വലിയൊരു പമ്പ് തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഫിനോലെക്സിൻ്റെ കമ്പനിയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഫിനോലെക്സ് നമ്മുടെ കേബിള്, വയറുകൾ, സ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ഫിനോലെക്സിൻ്റെ കമ്പനിയാണത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം കടന്നിട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ അവിടെ കണ്ടാണ്, നമുക്ക് കാണാൻ സാധിക്കും MRFൻ്റെ കമ്പനിയാണിത് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ട്. ഇത് MRFൻ്റെ ഫസ്റ്റ് ഗേറ്റാണ് കേട്ടോ. MRFൻ്റെ ടയർ നിർമ്മിക്കുന്ന കമ്പനിയാണ്, വലിയൊരു കമ്പനി തന്നെയാണ് MRFൻ്റെ. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ലുച്ചൻ മദ്രാസ് കമ്പനിയാണ്. അതിൻ്റെ തന്നെ രണ്ടാമത്തെ ഗേറ്റാണ് ഈ കാണുന്നത്, MRFൻ്റെ വലിയ പ്ലാന്റാണ് കേട്ടോ. കിലോമീറ്റർ കണക്കിന് അതിൻ്റെ പ്ലാന്റുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പാസ് ചെയ്തതിന് ഇത് മൂന്നാമത്തെ ഗേറ്റാണ് MRFൻ്റെ തന്നെ. അവർക്ക് 3-4 ഇടത്ത് അവരുടെ പ്ലാന്റുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ കടന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ സമയത്താണ് നമുക്ക് പോകേണ്ട നമ്മുടെ ഉസ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ളൊരു ചെറിയൊരു സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഇതുപോലെ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വന്നിട്ട് അവിടെ ഉണ്ട് ഇപ്പോഴും 11 മണിയായിട്ട് അവിടെ കടകളൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായും ചാനൽ സബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. ഒരുപാട് സന്തോഷം. വീണ്ടും അടുത്തൊരു ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അതുവരയ്ക്കും എൻ്റെ സ്നേഹവും സന്തോഷവും നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. ഓക്കെ, ബൈ ഓൾ മൈ ഫ്രണ്ട്സ്.